അടിപൊളി മനുഷ്യന്റെ കൈ ഞാനൊരു ഭയങ്കര ബാലുചേട്ടന്റെ ഫാനായിരുന്നു, ബാലഭാസ്കർ. ഇന്നിപ്പോ ഉള്ള ഏതൊക്കെ വയലിനിസ്റ്റുകൾ നമ്മളൊക്കെ പുതിയ തലമുറയിലുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇൻസ്പയർഡ് ആയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്ലേയിങ് കണ്ടിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇമോഷൻസ് കുറച്ചുകൂടെ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഇതിൽ കൂടെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടാണോ എന്നറിയില്ല. പറയുമ്പോ ചിത്ര ചേച്ചി എന്നെ ചീത്ത പറയും. കുഞ്ചാക്കോ അദ്ദേഹത്തിന്റെ ഒരു ഫിലിമിന്റെ ലോഞ്ചിന് ഔസേപ്പച്ചൻ സാറ് ഗസ്റ്റാണ്. അപ്പോൾ എന്നോട് അന്ന് അവര് പറഞ്ഞു ഈ പാട്ട് അവിടെ വായിക്കണം. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഒരിക്കൽ ഉണ്ണി സാറ് ജഡ്ജായിട്ട് വരികയും അവിടെ നിന്നാണ് എനിക്ക് അദ്ദേഹത്തിന് ഗുരുവായിട്ട് കിട്ടിയത്. സത്യം പറഞ്ഞ അറിയില്ലായിരുന്നു. ഞാൻ വേഗം പോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു കീരവാണി സാർ എങ്ങനെ കാണാനിരിക്കണത്. ഈ ഓണത്തിന് പാട്ട് പാടിയിരിക്കുന്നതിൽ കൂടെ അഭിനയിച്ചിരിക്കുന്നത് മകളാണ്. എന്റെ മകളാണ്. രൂപ രേവതിയും സുമേഷ് ആനന്ദുമാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. നമസ്തേ രജനീഷ് ചേട്ടാ. നിങ്ങൾ എന്തായാലും ഇന്ന് പിഴിഞ്ഞിട്ടേ വിടുള്ളൂ കേട്ടോ. ഞങ്ങള് ഹാപ്പിലി. ശരിക്കും നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ജീവാംശമായി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. ഹിമമഴയിൽ കൈലാഷിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ജീവാംശം വായിച്ചിട്ട് തുടങ്ങാം. ഹിമമഴയിൽ എന്തായാലും വായിച്ചു കഴിഞ്ഞല്ലോ, നഷ്ടപ്പെട്ടത് വായിച്ചു. ഉറപ്പായിട്ടും. ശരിക്കും ഹരിശങ്കറിന്റെ അടുത്ത് തോന്നിയ ഒരു അസൂയുണ്ടല്ലോ, അതിപ്പോ രൂപയെടുത്തും തോന്നുന്നുണ്ട് കേട്ടോ. കൈലാഷ് അസാധ്യമായിട്ട് ചെയ്ത ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, പ്രേമിക്കാത്തവരും പ്രേമിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ആ രാഗം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു രാഗമാണ്. രീതികള എന്ന് പറയുന്ന ഒരു രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഈ പാട്ട് ഞാൻ സ്റ്റേജിൽ വായിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു കഥ പറയും. അതായത് നമ്മുടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് മാഷ് കമ്പോസ് ചെയ്ത ഒന്നാം രാഗം എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര എന്റെ ഹൃദയത്തോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ്. ഈ രാഗത്തിൽ ഏതൊക്കെ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഹിറ്റാണെന്നുള്ളതാ. നമ്മൾ തമിഴിലേക്ക് നോക്കുമ്പോഴേക്കും ചിന്ന കണ്ണൻ അഴയ്ക്കിറായി എന്നുള്ളൊരു രാജസാറിന്റെ പാട്ടുണ്ട്. പിന്നെ അതിനുശേഷം ജെയിംസ് വസന്ത സാറ് കമ്പോസ് ചെയ്ത കൺകിളിരണ്ടാൽ എന്നുള്ള പാട്ട്. അപ്പൊ ഈ രാഗത്തിലെ ഏത് പാട്ട് വന്നാലും മിസ്സാവുമ്പോ ഭയങ്കര വിഷമാണ്. ശരസാറ് സിനിമാ രീതികളോ എന്ന് പറഞ്ഞിട്ടാണ് പ്രണതോസ്മി ഗുരുവായൂർ ഗുരേശത്തിന്റെ കാര്യം പറയുമ്പോൾ സാറ് പറയുന്നത് ഒന്നാം രാഗം ചുമ്മാ ഒന്ന് വായിക്കും. അത് പറയണില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ആ പാട്ടിനോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. വേണുഗോപാലിനെ അടയാളപ്പെടുത്തിയ പാട്ടുകളിലൊന്നാണ് ഇതും താനേ പൂവിട്ട മോഹമൊക്കെ. ശരിക്കും രൂപയെ സൂപ്പർ സ്റ്റാർ ഗ്ലോബലിൽ കണ്ട കാര്യം ഞാൻ വീണ്ടും ഓർത്തെടുത്തിട്ട് ഇന്ന് നോക്കുമ്പോൾ ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതെങ്ങനെയാ സാധിക്കണേ? സന്തോഷായി. കുറച്ച് വണ്ണം വെച്ച് വന്നതാണ്, ഇപ്പൊ പഴയ പോലെ ഉണ്ട് നിൽക്കുമ്പോ സന്തോഷം. അതെ, ഞാൻ ഫേസിന്റെ ക്ലോസ് വീഡിയോസിലൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാണ്.
ആളങ്ങനെ ഇരിക്കും. സുമേഷിന് അങ്ങനെ തോന്നിയിട്ടില്ല? സുമേഷ് ഏട്ടനൊക്കെ ആ സമയത്ത് എന്നെ കണ്ടുണ്ടോന്ന് അറിയില്ല. ഇല്ല, അത് ഞാൻ കുറെ കൂടെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഞങ്ങളൊരു ബാൻഡായിട്ട് കൂടി തുടങ്ങിയ ഒരു കുറച്ച് നാളുകൾ, അത് 2015 മുതലാണ്. ഓ, ഒരുമിച്ചുണ്ട് നിങ്ങൾ രണ്ടുപേരും. അതെ, ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ട്. അപ്പൊ അതില് സുമേഷ് ഏട്ടനാണ് അതിൽ കീബോർഡിസ്റ്റ് ആയിട്ട്. ഈ APJ സാറിന്റെ ഞാൻ ടീമിലുണ്ടായിരുന്നു. പ്രോഗ്രാംസിനും അവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി. സാറിൻ്റെ കൂട്ടത്തിൽ നേവിയിലായിരുന്നു. ഓ, അവിടെ നിന്ന് നേവിയിൽ 15 വർഷം സർവീസ് കഴിഞ്ഞിട്ട് റിട്ടയർഡായി ഇപ്പം പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട്. ഓ, അത് അടിപൊളി. പറയുന്ന ആയിരുന്നു ഞാൻ ചെറിയ പരിപാടിയൊക്കെ APJ സാറിന്റെ കൂടെയൊക്കെ ഇങ്ങനെ എളിമയാണ്. ഒരു ട്രോംബോൺ എന്ന് പറയുന്ന ഒരു റെയർ ഇൻസ്ട്രുമെന്റിൽ ഇദ്ദേഹത്തിന് ഇന്ത്യയിലത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് ആ ഇൻസ്ട്രുമെന്റിൽ. ട്രോംബോൺ എന്ന് പറയുന്ന ഒരു റെയർ ഇൻസ്ട്രുമെന്റിൽ ലണ്ടൻ ട്രിനിറ്റി കോളേജിന്റെ എക്സാമിനേഷൻ ഉണ്ട്. അത് പറയുന്നത് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ, എളിമ. അത് കൊള്ളാം. ഈ ശരിക്കും രൂപ വയലിലേക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപക്ഷെ സിംഗറായിട്ട് തുടർന്നിരുന്നെങ്കിൽ ഇത്രയും അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാല് വയലിൻ ഒരു ടൈം ആയപ്പോഴേക്കും ഒരു പകുതി എനിക്ക് തോന്നുന്നു ഇമോഷൻസ് കുറച്ചുകൂടെ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത് ഇതിൽ കൂടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടാണോ എന്നറിയില്ല. പറയുമ്പോ ചിത്ര ചേച്ചി എന്നെ ചീത്ത പറയും. ഞാൻ ചേച്ചിയുടെ കൂടെ ഒരു കഴിഞ്ഞ 12 വർഷമായി ചേച്ചി എന്നെ കൂടെ കൂട്ടിയിട്ട് ചേച്ചിയുടെ ബാൻഡില്. അപ്പൊ ചേച്ചി എപ്പോഴും എന്നെ വഴക്ക് പറയണ കാര്യമാണ്, കൂടുതൽ നീ വയലിലേക്കാണ് ശ്രദ്ധിക്കണത്, പാട്ട് പഴയ പോലെ പാടി തുടങ്ങണം ഇങ്ങനെ. കാരണം ഞാൻ കൂടുതലും ചേച്ചിയുടെ പ്രോഗ്രാംസിന് പോകുമ്പോഴാണ് പാട്ടുകാരി എന്ന് ഓർക്കാറ്. പിന്നെ എന്റെ ബാൻഡിൽ ഞാൻ ഇടയ്ക്ക് പാടും എന്നല്ലാതെ അങ്ങനെ ഫുൾ ടൈം ഒരു സിംഗർ അല്ല. ഫുൾ ടൈം എന്നെ കൂടുതൽ ആളുകൾ ഇപ്പൊ അറിയണത് ചിലപ്പോൾ വയലിനിസ്റ്റ് ആയിട്ട് മാത്രമായിരിക്കും. പാട്ടുകാരിയായിട്ട് തികച്ചും എല്ലാരും മറന്നിട്ടുണ്ട്. ഞാനൊരു എന്താ പറയാ, വയലിനിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്. കവറും ചെയ്യുന്നതൊക്കെ വയലിലാണ് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ കാണുന്നത്. ഗായികയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഞാനൊരു ഭയങ്കര ബാലുചേട്ടന്റെ ഫാനായിരുന്നു, ബാലഭാസ്കർ. ഇന്നിപ്പോ ഉള്ള ഏതൊക്കെ വയലിനിസ്റ്റുകൾ നമ്മളൊക്കെ പുതിയ തലമുറയിലുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇൻസ്പയർഡ് ആയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്ലേയിങ് കണ്ടിട്ടാണ്. അപ്പൊ പണ്ട് ഈ സൂപ്പർ സ്റ്റാറിലുള്ള സമയത്ത് ബാലുചേട്ടൻ വൺ ഓഫ് ദ ജഡ്ജ് ആയിരുന്നു അവിടെ. അപ്പൊ അതിനുശേഷം ബാലുചേട്ടനോടൊപ്പം ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം വായിക്കുന്നത് ഇങ്ങനെ വളരെ കൗതുകത്തോടെ ഒരു ഭയങ്കര ആരാധനയോടെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ പിന്നീട് ഞാൻ ഒരു പരിധിവരെ എന്നെ അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ വയലിൻ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിലും പെർഫോമിംഗ് എങ്ങനെയാണ് സ്റ്റേജിലേക്ക് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഞാൻ കുറെ അഡ്വൈസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ബാലുചേട്ടൻ നിന്ന് വായിക്കുക, എനിക്കിത് ഇരുന്ന് വായിക്കാനേ അറിയൂ, കാരണം ഞാൻ കർണാട്ടിക് വയലിനാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ എനിക്ക് അങ്ങനെ കുറെ അഡ്വൈസ് ഒക്കെ തന്നിട്ടുണ്ട് അദ്ദേഹം. സൂപ്പർ സ്റ്റാറിൽ അന്ന് സ്റ്റീഫൻ ദേവസി ഒരു സൈഡിൽ നിന്ന് വായിക്കുന്നു, ജഡ്ജസ് ആയിട്ട് MJ ഉണ്ണിമേനോൻ സാർക്ക് നിന്നിട്ട് രൂപയുടെ പാട്ടിനെ കുറിച്ചാണ് അവർ അസാധ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത്രയും നന്നായിട്ട് പാടുന്ന ഒരു ഗായികയാണെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് റിയാലിറ്റി ഷോസിന്റെ തുടക്കമാണല്ലോ അത്. അതിനുശേഷമാണ് സ്റ്റാർ സിംഗർ ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ പിന്നെ ആ പാട്ട് അത്രയും നന്നായിട്ട് പോകുമ്പോഴും വയലിലേക്ക് ശ്രദ്ധ തിരിഞ്ഞതിൽ എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഒട്ടുമില്ല. കാരണം എനിക്ക് സിംഗിങ് ആയാലും വയലിനായാലും മ്യൂസീഷ്യനായിട്ട് അങ്ങ് ജീവിക്കാൻ പറ്റണം. എനിക്ക് അത് മാത്രമാണ് എയിം. ഇപ്പൊ അത് ഫെയിം എന്നുള്ളത് മാത്രമല്ലല്ലോ രജനീഷ് ചേട്ടാ. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ കവേഴ്സ് ഒക്കെ പറയുമല്ലോ രജേട്ടൻ, എന്റെ ആഗ്രഹമുള്ള പാട്ടുകളാണ് ഞാൻ ഈ വായിച്ചിങ്ങനെ തീർത്തോണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തില് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു വയലിനിസ്റ്റ് ആയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ കൂടെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഒരു പക്ഷെ പാട്ടുകാരി ആയിരുന്നെങ്കിൽ അത്രയും സാധ്യതയില്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പറഞ്ഞ പോലെ പാട്ടുകാര് കേരളത്തിൽ നല്ല അസാധ്യ പാട്ടുകാരെ കൊണ്ട് വഴി നടക്കാൻ പറ്റണില്ല. അപ്പൊ പിന്നെ അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, നിന്നെ വയലിൻ പഠിപ്പിച്ചതല്ലേ, നീ വയലിന് കൂടെ പതുക്കെ എടുത്തോളൂ. കാരണം ഫീമെയിൽസ് വളരെ കുറവായിരുന്നു. ഉണ്ട് ഒരുപാട് പേര്, പക്ഷെ ഞാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെർഫോമേഴ്സ് ആയിട്ട് വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ആദ്യമായിട്ട് ഒരു വയലിനിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് വായിക്കാൻ ഭാഗ്യം ഉണ്ടായത് MS വിശ്വനാഥൻ സാറിന് വേണ്ടിയിട്ടാണ്. ഞാൻ സൂപ്പർ സ്റ്റാറിൽ ആദ്യമായിട്ട് പാടി തുടങ്ങിയത്, ഫസ്റ്റ് എപ്പിസോഡിൽ പാടിയത് MSV സാറിന്റെ ആ നിമിഷത്തിന്റെ എന്നുള്ളൊരു പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ MSV സാറിന് വേണ്ടി വയലിൻ വായിക്കാൻ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതും ആയിട്ടുള്ള ഒരു ലൈവ് റെക്കോർഡിംഗ് സെഷൻ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, ലൈവ് റെക്കോർഡിംഗ് എല്ലാ മ്യൂസീഷ്യൻസും ചേർന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കീരവാണി സാറിന്റെ ഏതെങ്കിലും ഒന്ന് വായിക്കാല്ലേ? എനിക്ക് ശിശിരകാലം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ MSV സാറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് MSV സാറിന്റെ ഒരു പാട്ട് ഞാൻ വായിച്ചിട്ട് കീരവാണി സാറിലേക്ക് എത്താം.
വയലിൻ ശരിക്കും ഭയങ്കര പാടുള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും. അതെ. പക്ഷെ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ഇമോഷൻസ് ഇങ്ങനെ കൺവേ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഉള്ളിൽ വീണു പോകുന്ന ഒരു സാധനവും കൂടെയാണ്. ഇത്രയും വീഴുന്ന വേറൊരു സാധനം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ചും സെന്റിമെന്റ്സ് ഭയങ്കരമായിട്ട് പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും രൂപ ഇത്ര ഇഷ്ടപ്പെടുന്നത്. പാട്ടുകാരിയാണല്ലോ, അപ്പോൾ വരികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതുപോലത്തെ പാട്ടുകൾ ഞാൻ വയലിൽ അധികം കസർത്തുകൾ അധികം കാണിക്കാറില്ല. മാക്സിമം അതേപോലെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. പിന്നെ ഞാൻ റഹ്മാൻ സാറിന്റെ പാട്ടുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യുള്ളൂ. പറഞ്ഞ പോലെ MS വിശ്വനാഥൻ സാറും ഇളയരാജ സാറും ഒക്കെ ചെയ്ത് വെച്ചിരിക്കണേ അതിനകത്തൊന്നും പേടിയാണ് തൊടാനായിട്ട്. അപ്പൊ അതുപോലെ അതങ്ങ് വായിക്കാൻ ട്രൈ ചെയ്യും. അപ്പൊ വരികൾ ഈ പറഞ്ഞ പോലെ തമിഴായാലും ഈ ഭാഷകൾ മനസ്സിലാവും. അപ്പൊ അറിയാത്ത ഭാഷയാണെങ്കിലും ഞാൻ ചിലപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അത് എന്താണ് അവർ ഉദ്ദേശിച്ചേക്കണേ എന്നുള്ളത്. അപ്പൊ അങ്ങനെ വായിക്കാൻ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്. അത് എത്രത്തോളം ബാക്കിയുള്ളവർക്ക് കൺവേ ആവണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് ഒത്തിരി ലിറിക്കലി വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുമ്പോൾ രണ്ട് പക്ഷമുണ്ട്. അങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല എന്നും നോട്ട്സ് നോക്കിയാൽ പോരെ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളു കൊടുത്ത് വായിക്കുന്നവരാണ് ഇപ്പൊ കൂടുതൽ പേരും എന്ന് കേൾക്കാറുണ്ട്. അത് ഏതാണ്, നമ്മൾ ഏത് പക്ഷം? ഞാൻ തീർച്ചയായിട്ടും ലിറിക്കലി വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നോട്ടും ഉണ്ട്. ഇപ്പൊ ലിറിക്കലി മാത്രം വായിച്ചു ശ്രുതി ശുദ്ധ അല്ലെങ്കിൽ പോയല്ലോ. ശ്രുതി ചേർന്ന് ഭാവത്തിൽ വായിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ പക്ഷക്കാരിയാണ്. ആ പക്ഷത്ത് തന്നെ തൽക്കാലം തുടരും. നമ്മൾ കീരവാണി സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാറിന്റെ ഏതെങ്കിലും കൂടെ വായിച്ചിട്ട് പോവാം. ഈ പറഞ്ഞ പോലെ കീരവാണി സാറിലേക്ക് എത്തിയത് ഇപ്പൊ ഒരു 2 വർഷമായിട്ടുള്ളൂ. കവർ സോങ്സ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു കോളായിരുന്നു. ഞങ്ങളൊരു യൂട്യൂബിൽ ഒരു തൂമിലേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടിരുന്നു. ഒരു രാത്രിയിൽ പെട്ടെന്ന് എനിക്കൊരു കോള് വരെ കീരവാണി സാറിന്റെ അവിടെ നിന്ന്. എനിക്ക് സംശയം തോന്നുന്നത് എന്നെ തന്നെയാണോ നിങ്ങൾ വിളിക്കണം എന്ന് ചോദിച്ചു. ഞാൻ കവറൊക്കെ വായിക്കും, പക്ഷെ എനിക്ക് റെക്കോർഡിംഗ് ഒക്കെ എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഫ്ലൈറ്റ് കയറി അങ്ങ് പോയി. കാരണം എനിക്ക് സാറിനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമുള്ളൂ. പറഞ്ഞ പോലെ കീരവാണി സാർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണെങ്കിലും അദ്ദേഹം എങ്ങനെ ഇരിക്കും, ആളെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അതൊന്നും എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല. ഞാൻ വേഗം പോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു കീരവാണി സാർ എങ്ങനെയാ കാണാനിരിക്കണത്. എന്നിട്ട് അവിടെ പോയിട്ട് നേരെ കണ്ടത് ഞാൻ കാലിലങ്ങ് വിടും. പിന്നെ ബിംബിസാര എന്ന് പറയുന്ന ഒരു തെലുഗു ഫിലിമിന് വേണ്ടിയിട്ടാണ് ആദ്യം വായിപ്പിക്കണേ. പക്ഷെ സത്യം പറയാലോ, ഞാൻ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ വായിച്ചിട്ടുണ്ടെങ്കിലും കണ്ട് പഠിക്കണം എന്ന് തോന്നിപ്പോവും. അത്ര ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഭയങ്കര ഒരു വലിയ മ്യൂസീഷ്യൻ. ഞാൻ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്രയും വാദോരാതെ സംസാരിക്കുന്നത്. തൂമിലേ എന്നുള്ള പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. മാത്രമല്ല ആനന്ദ് ഭയങ്കര ആസ്വദിച്ചാണ് ചെയ്യുന്നത്. എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ഒരു ജോലിക്ക് അപ്പുറത്തേക്ക് അത് എന്റർടൈൻ ചെയ്യുന്നത് കാണാൻ ഭയങ്കര സുഖമാണ്. ഞാൻ ഓരോ സ്ഥലങ്ങൾ വരുമ്പോ ഉണ്ടല്ലോ, അതങ്ങനെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കില്ലേ, കറക്റ്റ് അത് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കില്ല. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടി. ഈ വയലിന്റെ കാര്യം പറയുമ്പോൾ ഔസേപ്പച്ചൻ സാറിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ്. ഒരുപാട് കാലം മുമ്പ് തന്നെ ഇപ്പോൾ ദേവരാജ മാസ്റ്ററുടെ കൂടെ തന്നെ ഒരുമിച്ച് നിന്നൊരു കാലം മുതൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് സിനിമാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് കാണുമല്ലോ. അപ്പം രാക്കുയിൽ പാടി എന്ന് പറയുന്ന സോങ്ങിനകത്ത് സാറിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് കുഞ്ചാക്കോവൻ ഭയങ്കര രസമായിട്ട് ചെയ്തു എന്ന് സാറ് പ്രകീർത്തിക്കാറുമുണ്ട്. ആ പെർഫോമൻസ് ഒന്ന് കാണിച്ചു. ഒരു രസം എന്താ വെച്ചാല്, കുഞ്ചാക്കോ അദ്ദേഹത്തിന്റെ ഒരു ഫിലിമിന്റെ ലോഞ്ചിന് ഔസേപ്പച്ചൻ സാറ് ഗസ്റ്റ് ആണ്. അപ്പൊ എന്നോട് അന്ന് അവര് പറഞ്ഞു ഈ പാട്ട് അവിടെ വായിക്കണം, അത് രണ്ടുപേരും സ്റ്റേജിലേക്ക് വരുമ്പോ വേണം വായിക്കാൻ. എനിക്ക് നല്ല പേടിയായി, കാരണം സാർ അങ്ങനെ വായിച്ചു വെച്ചിരിക്കുന്ന ഒരു, ഞാനൊരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആയതുകൊണ്ട് തന്നെ അത് നല്ലൊരു വെസ്റ്റേൺ കോളറിന് വായിക്കാൻ പറ്റുന്നൊരു ഇതാണ്. കാരണം ട്യൂണിങ് വ്യത്യാസമുണ്ട് അതിന്റെ. അപ്പൊ ഞാൻ നല്ല പേടിച്ചിട്ട് ഞാൻ നേരെ സാറിനെ ഫോൺ ചെയ്തു, സാറേ എന്നോട് ഇന്നത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് എങ്ങനെ വായിക്കുന്ന അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നീ കർണാട്ടിക് മ്യൂസീഷ്യൻ എന്നൊക്കെ എനിക്കറിയാം, നീ അങ്ങ് വായിച്ചോ, ഒരു കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാല് സീനിയേഴ്സ് ആയിട്ടുള്ള ഈ മ്യൂസീഷ്യൻസിന്റെ ഒക്കെ ഒരു
ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. കാരണം നമ്മളവർ ഭയങ്കരമായിട്ട് എന്നെ പേടിപ്പിക്കുന്നതിന് വരെ സാർ എന്നോട് ധൈര്യമായിട്ട് നീ വായിച്ചോ, ഒരു കുഴപ്പമില്ല, ഞാനവിടെ ഉണ്ടാവും, അങ്ങനെ ഒരു ധൈര്യം തന്നെ എനിക്ക് സാറ്. എന്താ പറയാ, ഇന്നലെ വരെ സാറിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും എൻ്റെ ഒരു വെൽവിഷർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഔസേപ്പച്ചൻ സാറ്. അപ്പൊ ഈ പാട്ട് ഉറപ്പായിട്ടും വായിക്കണം. കേട്ടോണ്ട് നിങ്ങൾ മൗനം സ്വരമായി വായിച്ചിട്ടുണ്ട്. അതെ, സൂപ്പർ പാട്ടാണ്. ഔസേപ്പച്ചൻ സാറിന്റെ എനിക്ക് എത്ര പ്രാവശ്യം കേട്ടാലും ദാസാറിന്റെ ശബ്ദമില്ല, ഇങ്ങനെ തിന്നാൻ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഗംഭീര. ചിത്ര ചേച്ചിയും ദാസാറും കൂടെ അടിപൊളിയാണ്. അതില് എനിക്ക് ഇടയ്ക്കുള്ള പോർഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അറിയാതെ അവിടെയൊക്കെ ഉണ്ടല്ലോ. പാടട്ടെ സുമേഷ്, അതൊന്ന് വായിക്കുക. വായിക്കാം. ഈ ഓണത്തിന് പാട്ട് പാടിയിരിക്കുന്നതിൽ കൂടെ അഭിനയിച്ചിരിക്കുന്നത് മകളാണോ? എന്റെ മകളാണ്. എനിക്ക് തോന്നി. ശിവാരാധ്യ എന്നാണ് പേര്. 6ാം ക്ലാസ്സിൽ പഠിക്കണു. അവള് പിയാനോ ആണ് പ്രധാനമായിട്ട്. വയലിൻ ലേശം വായിക്കും, പാടും. പാട്ട് കൂടുതൽ അത് മെലഡിക്കയാണ് വായിച്ചിരിക്കുന്നത്. മെലഡിക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വായിച്ചിരിക്കുന്നത്. അവൾക്ക് ഇതുപോലെ ഒരു വലിയൊരു ഭാഗ്യം, അവള് കിരവാണി സാറിന് ഒരു പാട്ട് പാടിക്കൊണ്ടാണ് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് സോങ് ആണ് പാടിയിരിക്കുന്നത്, തെലുഗു ഫിലിമിൽ ഒരു ഇംഗ്ലീഷ് സോങ്. അടിപൊളി. നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുമിച്ച് നിൽക്കണം, പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കമ്പോസിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു വീട്ടില്. അപ്പൊ എന്നിട്ട് അമ്മയടുത്ത് ഒന്ന് കേൾപ്പിക്കോ? എല്ലാരും കേൾപ്പിക്കും. സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞിട്ട് എന്നോട് ഇപ്പൊ ചോദിക്കണ്ട്, സിനിമ കിട്ടാൻ വല്ല വഴിയുണ്ടോ? കാരണം കുട്ടികളൊന്നും അങ്ങനെ ഇല്ലല്ലോ. അമ്മയ്ക്കാവുമ്പോ കോണ്ടാക്ട് ഒക്കെ ഉള്ളതുകൊണ്ട് എന്നെ ഒന്ന് കണക്ട് ചെയ്യാവുന്നൊക്കെ ചോദിക്കണ്ട എന്നോട്. അടിപൊളി. എത്ര വയസ്സാണ് ഇപ്പൊ? ഇപ്പൊ 11 വയസ്സായി. അത് സീരിയസ് കൈൻഡ് ഓഫ് തോട്ട്സ് ആണ്. ഇപ്പൊ ആയിട്ടില്ല, പ്രാക്ടീസ് ചെയ്യട്ടെ. പറയാന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലല്ലോ. പറയുമ്പോ വലിയ കാര്യം പറയും. അപ്പൊ ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്യണം, എന്നാ നമുക്ക് സിനിമയൊക്കെ കിട്ടും. അതൊരു തമാശയായിട്ട് എടുക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വീട്ടിലിരുന്ന് വർക്കൊക്കെ ചെയ്യും ആള്, കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ എളുപ്പം കിട്ടണമെന്ന് വിചാരിക്കരുതല്ലോ. ഹാർഡ് വർക്ക് വളരെ നമ്മൾ കഷ്ടപ്പെടണല്ലോ അതിന് വേണ്ടിയിട്ട്. രൂപ 5 വയസ്സ് മുതൽ തന്നെ പഠിച്ചു തുടങ്ങി മ്യൂസിക്. 5 വയസ്സിൽ വോക്കൽ പഠിച്ചു തുടങ്ങി. 3ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കുമാണ് അച്ഛൻ ഇങ്ങനെ ഒരു ദിവസം വയലിൻ പഠിക്കണമെന്ന് ചോദിക്കണത്. അപ്പൊ എനിക്കിത് വയലിൻ കണ്ടിട്ട് പോലും ഇല്ല, അതെന്താന്ന് പോലും എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞല്ലോ. അപ്പൊ എന്റെ വിചാരം ഇതെന്തോ കൊട്ടണ സാധനമൊക്കെയാണ്. ഞാൻ പറഞ്ഞു പഠിക്കണം ഒരാഗ്രഹത്തിൽ അങ്ങനെ പഠിക്കാൻ ചേർന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഈ പറഞ്ഞൊരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് സ്വന്തമായിട്ട് ഇതായിരിക്കണം എന്റെ കരിയർ, ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവണം. അതുവരെ നല്ല മടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു, നല്ല അടിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയില്ല,
പക്ഷെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് വഴക്ക് പറയുമായിരുന്നു. എന്ന് വെച്ചാൽ അത് ഇന്ന് ഓരോ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഞാൻ അച്ഛനോട് നന്ദി പറയാറുണ്ട്. കാരണം അച്ഛൻ അങ്ങനെ എന്നെ അത്രയും ഇതായിട്ട് എന്താ പറയാ പ്രാക്ടീസ് ചെയ്യിച്ചതുകൊണ്ടായിരിക്കുമല്ലോ ഇന്നിപ്പോ എനിക്കിതൊരു കരിയറായിട്ട് മുന്നിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് ഞാൻ ഓർക്കാം. ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ സാറിന്റെ കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. ഉണ്ണി സാറിന്റെ അടുത്താണ് വോക്കല് പഠിച്ചത്. അതിനു മുൻപ് ഉണ്ണി സാറിന്റെ അടുത്തേക്ക് വരണേന് മുന്നേ എന്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് മാലിനി ഹരിഹരൻ, പിന്നെ അതുപോലെ ഗോവിന്ദൻ നമ്പൂരി സാറ്, അവരുടെ അടുത്തൊക്കെ പഠിച്ചിരുന്നു. പിന്നീട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഒരിക്കൽ ഉണ്ണി സാർ ജഡ്ജായിട്ട് വരികയും അവിടെ നിന്നാണ് എനിക്ക് അദ്ദേഹത്തിന് ഗുരുവായിട്ട് കിട്ടിയത്. പിന്നെ അതിനുശേഷം സാറിന്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്തു പോരുന്നു. വയലിൻ ആദ്യം സുനിൽ ഭാസ്കർ എന്ന് പറയുന്ന സാറിന്റെ അടുത്ത് പഠിച്ചു. പിന്നീട് TH സുബ്രഹ്മണ്യ സാറിന്റെ ശിഷ്യയായിരുന്നു. ഇപ്പൊ നിലവില് എംബാർ കണ്ണൻ, കലൈമാമണി എംബാർ കണ്ണൻ സാർ, ഒരു വലിയൊരു മ്യൂസീഷ്യൻ, അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഫസ്റ്റ് എ റഹ്മാൻ സോങ്ങിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സോങ് അറിയാമെങ്കിൽ എന്നെ വിളി. ഉണ്ണികൃഷ്ണൻ സാറിനെ ശരിക്കും മലയാളത്തിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ ഇളയരാജ സാർ, എ റഹ്മാൻ സാർ ഒക്കെ ഒരുപാട് വട്ടം ഉപയോഗിക്കുമ്പോഴും മലയാളം അവഗണിച്ചു. പക്ഷേ മലയാളത്തിൽ സാറ് പാടിയിരിക്കുന്നത് അതെ, സുധാമന്ത്രവും പാടിയിരിക്കുന്നത് ശരത് സാറിന്റെ അസാധ്യമാണ്. ഭയങ്കര സാറിന്റെ ശരത് സാറിന്റെ ഏത് പാട്ടെടുത്താലും അയ്യോ പേടിയാണ്. സാറ് ഏതെങ്കിലും റെക്കോർഡിങ്ങിന് എന്തെങ്കിലും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എന്റെ അയ്യോ എന്തായിരിക്കും അയച്ചിരിക്കണേ, ടഫായിട്ടായിരിക്കും എന്തായാലും. ശ്രീരാഗമോ, വാലിന്മേൽ പൂ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുള്ള സാറിന്റെ. ചിത്ര ചേച്ചി ഓഫ് കോഴ്സ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ SPB സാറ്. ചേച്ചി കാരണമാണ് ഞാൻ സാറിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. എനിക്ക് അതിനേക്കാൾ വലിയൊരു ഓസ്കാർ അവാർഡ് കിട്ടാനുണ്ടോ?